പ്രൈസ് ദി ലോർഡ്. ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം ഈ പ്രഭാതത്തിലും വാഴ്ത്തപ്പെടുമാറാകട്ടെ. എന്നെ ശ്രവിക്കുന്ന എല്ലാ പ്രിയ ദൈവമക്കൾക്കും യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിലുള്ള എൻ്റെ സ്നേഹ വന്ദനങ്ങൾ. അതേ പ്രിയമുള്ളവരെ, നമ്മുടെ ദൈവത്തിൻ്റെ പ്രത്യേകത ഏത് അസാധ്യമായ കാര്യങ്ങളെയും സാധ്യമാക്കി തരുവാൻ നമ്മുടെ ദൈവത്തിന് കഴിയും. ആമേൻ. ഇന്നു മുതൽ ഞാൻ നിങ്ങളെ അനുഗ്രഹിക്കും എന്നരുളിച്ച കർത്താവ്. ആമേൻ. ഇന്ന് കണ്ട മിസ്രൈമിനെ ഇനി ഒരു നാളും കാണുകയില്ല എന്ന വചനപ്രകാരം ഇന്നു മുതൽ ഞാൻ നിന്നെ വലിയവനാക്കും എന്ന വചനം പോലെ തന്നെ ഇന്ന് പകൽക്കാലവും കർത്താവ് നമ്മോട് ഒരു വാഗ്ദത്തമായി അരുളി ചെയ്യുന്നു. ആമേൻ. ഇന്ന് ഞാൻ നിൻ്റെ കാര്യം സാധിപ്പിച്ചു തരും. ആമേൻ. അങ്ങനെ പ്രാർത്ഥിച്ചൊരു വ്യക്തിയെ നമുക്ക് വേദപുസ്തകത്തിൽ കാണുവാൻ കഴിയും. മറ്റാരുമല്ല, നെഹെമ്യാവാണ്. അതേ, നെഹെമ്യാവിൻ്റെ പുസ്തകം 1-ാം അധ്യായം അതിൻ്റെ 11-ാം വചനം നാം ഇങ്ങനെ വായിക്കുന്നു: കർത്താവേ, നിൻ്റെ ചെവി അടിയൻ്റെ പ്രാർത്ഥനയ്ക്കും നിൻ്റെ നാമത്തെ ഭയപ്പെടുവാൻ താല്പര്യപ്പെടുന്ന നിൻ്റെ ദാസന്മാരുടെ പ്രാർത്ഥനയ്ക്കും ശ്രദ്ധയുള്ളതായിരിക്കണമേ. ഇന്ന് അടിയന് കാര്യം സാധിപ്പിച്ച് ഈ മനുഷ്യൻ്റെ മുൻപാകെ എനിക്ക് ദയ ലഭിക്കുമാറാക്കണമേ. ഞാൻ രാജാവിന് പാനപാത്രവാഹകനായിരുന്നു. സ്തോത്രം. ഹല്ലേലൂയ. തനിക്ക് അവിടെ ദയ ലഭിക്കേണ്ട യാതൊരു ചാൻസുമില്ല. കാരണം താനൊരു സ്തോത്രം പ്രവാസത്തിൽ കഴിയുകയാണ്. താൻ രാജാവിൻ്റെ പാനപാത്രവാഹകനാണ്. സ്തോത്രം. ഒരിക്കലും താൻ വിട്ടുവന്ന ദേശത്തേക്ക്, തൻ്റെ പട്ടണത്തിലേക്ക് പോകുവാൻ തനിക്ക് യാതൊരു സാവകാശവും ലഭിക്കുന്ന ഒരു സാഹചര്യത്തിലല്ല അവിടെ നെഹെമ്യാവ് പ്രാർത്ഥിക്കുന്നത്. എന്നാൽ തൻ്റെ പ്രാർത്ഥന എങ്ങനെയുള്ളതായിരുന്നു എന്ന് നാം പഠിക്കുമ്പോൾ അതേ നെഹെമ്യാവിൻ്റെ പുസ്തകം 1-ാം അധ്യായം അതിൻ്റെ സ്തോത്രം 4 മുതലുള്ള വചനങ്ങളിൽ നാം ഇങ്ങനെ വായിക്കുന്നു. സ്തോത്രം. ഈ വർത്തമാനം കേട്ടപ്പോൾ സ്തോത്രം നെഹെമ്യാവ് ദുഃഖിച്ചു, ഉപവസിച്ചു, കരഞ്ഞു. ദൈവത്തോട് പ്രാർത്ഥിച്ച വിധം നാം നോക്കുമ്പോൾ തൻ്റെ സകല പാപങ്ങളെ ഏറ്റുപറഞ്ഞുകൊണ്ട്, ജനത്തിൻ്റെ പാപങ്ങളും ഏറ്റുപറഞ്ഞ് സ്തോത്രം അനുതാപ ഹൃദയത്തോടെ വിശ്വാസത്തോടെ ദൈവത്തിൽ പ്രത്യാശ വെച്ചുകൊണ്ട് താൻ പ്രാർത്ഥിക്കുന്നു. ഇന്ന് അടിയന് കാര്യം സാധിപ്പിച്ച് തരണം. ഇന്ന് ഈ മനുഷ്യൻ്റെ മുൻപാകെ എനിക്ക് ദയ ലഭിക്കുമാറാക്കണം. അതെ, നാമും ഇന്ന് അങ്ങനെ ചില പ്രാർത്ഥനാ വിഷയങ്ങളോടെ അല്ലേ ദൈവസന്നിധിയിലായിരിക്കുന്നത്. നിശ്ചയമായി നമുക്കും പ്രാർത്ഥിക്കാം. ഇന്ന് ഏത് അസാധ്യമായ കാര്യങ്ങളെയും കർത്താവ് നമുക്ക് വേണ്ടി സാധിപ്പിച്ച് തരും. ഇന്ന് എസ്തറിന് അഹശ്വേരോശിൻ്റെ കണ്ണുകളിൽ ദയ ലഭിച്ചതുപോലെ നമുക്കും കർത്താവ് ദയ ലഭിക്കുമാറാക്കും. കാരണം യഹോവ നമ്മുടെ പക്ഷത്തുണ്ട്. പ്രാർത്ഥന കേൾക്കുന്ന ഒരു ദൈവം നമ്മോട് കൂടെയുണ്ട്. ആയതിനാൽ ദൈവനാമത്തെ ഭയപ്പെട്ടുകൊണ്ട് ഭക്തിയോടെ നമ്മുടെ പാപങ്ങളെ ഏറ്റുപറഞ്ഞ് ഇനിയും നമുക്ക് ദൈവസന്നിധിയിൽ ദുഃഖിക്കാം. നമ്മുടെ വസ്ത്രങ്ങളെയല്ല, ഹൃദയങ്ങളെ തന്നെ കീറി അനുതാപ ഹൃദയത്തോടെ ഒരു മടങ്ങി വരവോടെ ഉപവാസത്തോടും പ്രാർത്ഥനയോടും ദൈവസന്നിധിയിൽ കൂടുതലായി അടുക്കാമോ? കർത്താവ് നിശ്ചയമായി ഇന്ന് നമുക്ക് കാര്യം സാധിപ്പിച്ചു തരും. നമുക്ക് ജയം നൽകും. നമുക്ക് വേണ്ടി അത്ഭുതങ്ങളെ പ്രവർത്തിക്കും. നാളെയല്ല, ഇന്ന് തന്നെ. ഇന്നെന്ന ദിവസം അവസാനിക്കുന്നതിന് മുൻപായി തന്നെ 24 മണിക്കൂറിനുള്ളിൽ കർത്താവ് നമുക്ക് വേണ്ടി നാം ആഗ്രഹിക്കുന്ന, നാം പ്രാർത്ഥിക്കുന്ന, നാം കാത്തിരിക്കുന്ന, നാം പ്രത്യാശിക്കുന്ന, നാം പ്രതീക്ഷിക്കുന്ന ആ കാര്യം തന്നെ സാധിപ്പിച്ച് കർത്താവ് നമുക്ക് വേണ്ടി അത്ഭുതങ്ങളെ പ്രവർത്തിക്കും. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. നല്ല ദൈവമേ, സ്വർഗ്ഗസ്ഥ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല ദിവസത്തിലും അങ്ങ് ഞങ്ങൾക്ക് നൽകിയ വാഗ്ദത്തത്തിനായി സ്തോത്രം ചെയ്യുന്നു. അതേ, നെഹെമ്യാവിന് വേണ്ടി കർത്താവ് അന്ന് തന്നെ ദൈവം കാര്യം സാധിപ്പിച്ച് രാജാവിൻ്റെ കണ്ണുകൾ ദയ ലഭിക്കുമാറാക്കി. അത് അസാധാരണമായ കാര്യങ്ങൾ തനിക്ക് വേണ്ടി കർത്താവ് ചെയ്തതുപോലെ, തന്നെ കൊണ്ട് കർത്താവ് ചെയ്തെടുത്തതുപോലെ ഇന്ന് പകൽക്കാലം ഞങ്ങളുടെ മുൻപിൽ ഭാരമായിരിക്കുന്ന, കഠിനമായിരിക്കുന്ന, അതേ അസാധ്യമെന്ന് തോന്നുന്ന ഏത് കാര്യങ്ങളെയും സാധ്യമാക്കി ദയ ലഭിക്കുമാറാക്കി വലിയവ ഞങ്ങൾക്ക് വേണ്ടി ഇന്ന് തന്നെ എൻ്റെ കർത്താവ് ചെയ്യുന്നതിനായ സ്തോത്രം. പ്രാർത്ഥന കേട്ടതിനാൽ സ്തോത്രം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. ആമേൻ. മേ ഗോഡ് ബ്ലെസ് യു ഓൾ.